ഹായ് ഓൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എക്സാം ക്വസ്റ്റ്യൻസുകൾ നമുക്കിന്ന് നോക്കാം. ആദ്യമായി കഥകളതിമോഹനം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. മഹാഭാരത കാവ്യത്തെ 21 പർവ്വങ്ങളിലായാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. മഹാഭാരതത്തിലെ 9ാമത്തെ പർവ്വമായ ദ്രോണപർവ്വത്തിലെ വരികളാണ് പാഠഭാഗം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാവ്യ സന്ദർഭം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു ഇതിഹാസ കാവ്യമാണ് അല്ലേ. മഹാഭാരതം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇതിഹാസ കാവ്യമാണ്. സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ രാജ്യാധികാരത്തിനു വേണ്ടി നടത്തിയ കൊടിയ യുദ്ധത്തിൻ്റെ കഥയിലൂടെ യുദ്ധം മാനവരാശിക്ക് വരുത്തിവെക്കുന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള താക്കീതാണ് മഹാഭാരത ഇതിഹാസങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രധാനമായും എന്തെന്നാണ് പറയുന്നത്? യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇന്ന് സമകാലിക കാലഘട്ടത്തിൽ ലോകമെമ്പാടും യുദ്ധം നടക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ വളരെയേറെ പ്രസക്തിയുള്ള ഒരു ചോദ്യം ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ലോകമെമ്പാടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ ഒരു കാലഘട്ടത്തിലാണ് നാം ഈ പാഠഭാഗം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചോദ്യം ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. യുദ്ധം മനുഷ്യന് വരുത്തിവെക്കുന്ന വിപത്ത് എന്താണ്? അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത്? അങ്ങനെയൊക്കെ ഒരു വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ഇതിൽ നിന്നും ചാൻസ് ഉണ്ട്. ഏതു മനുഷ്യനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് യുദ്ധം എന്നത്. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം മുന്നോട്ട് വയ്ക്കുന്ന ആശയവും എന്ന് പറയുന്നത്. അതായത് കൗരവരും പാണ്ഡവരും തമ്മിൽ മഹാഭാരത യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ പാണ്ഡവർ അവസാനം ജയിക്കുന്നെങ്കിൽ പോലും ദ്രൗണി അവസാനം അടപടലം മറ്റുള്ള ആളെ ഇല്ലാതാക്കുന്നുണ്ട്. അതായത് ഗർഭസ്ഥ ശിശുവിനെ പോലും ബാക്കി വെക്കാതെയാണ് ഇല്ലാതാക്കുന്നത്. പാണ്ഡവർ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇരുവർക്കും യുദ്ധം കൊണ്ട് പരാജയം തന്നെയാണ് സംഭവിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് വൻ നാശം തന്നെയാണ് വിതയ്ക്കുന്നത്. വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് മന്യവാ കേൾക്ക ഭരദ്വാജനന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷി ഭരിക്കുന്നതുമുണ്ട്. മന്യവാ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ. വരികളുടെ ആശയം വ്യക്തമാക്കുക. ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് ദ്രോണരെ കൗരവ പടയുടെ സേനാപതിയായി പട്ടാഭിഷേകം ചെയ്യുന്ന ആ ഒരു സന്ദർഭമാണ് ഇതിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്തതായി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഇതിൽ നിന്നുമുണ്ട്. അതായത് കിളിപ്പാട്ടിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ വിശിഷ്ട ഭോജ്യങ്ങളുണ്ട്. അതായത് ഇവിടെ പഞ്ചവർണ്ണ കിളിക്ക് വിശിഷ്ട ഭോജ്യങ്ങളായി പാലും പഞ്ചതാരപ്പൊടിയും കൂട്ടിക്കുഴമ്പാക്കിയും വെല്ലവും ശർക്കരവും കദളിപ്പഴവും തേനും എന്നിവ ഓരോ വെള്ളിപ്പാത്രങ്ങളിലായി എഴുത്തച്ഛൻ വിളമ്പി വെക്കുന്നു. കൂടാതെ പഞ്ചവർണ്ണക്കിളിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ നീലക്കരിമ്പിൻ്റെ മധുരമുള്ള പാലും മധുവും എഴുത്തച്ഛൻ കിളിമകൾക്കായി ഒരുക്കി വെക്കുന്നു. ഇത്തരത്തിലുള്ള മധുര പലഹാരങ്ങൾ നൽകിയാണ് എഴുത്തച്ഛൻ പഞ്ചവർണ്ണക്കിളിയെ പ്രദീപിക്കുന്നത്. അതാണ് ഇതിലെ വിശിഷ്ട ഭോജ്യങ്ങളായി നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനാണ് സുഖം ഞാൻ പറകയില്ല ആരോടും. കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതെ, നമ്മളുടെ സമകാലിക കാലവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള. ഈ ഒരു ക്വസ്റ്റ്യനും അങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് കർണൻ മറ്റുള്ളവരുടെ വാക്കുകൾ എങ്ങനെയാണ് ഗൗനിക്കുന്നത് എന്ന് നോക്കൂ. കർണന്റെ ഈ വാക്കുകൾ വർത്തമാനകാലത്ത് വളരെയേറെ പ്രസക്തമാണ്. കാരണം ചെവി അനുഭവിച്ച സുഖം, അതായത് മറ്റൊരാൾ പറഞ്ഞ വാക്കുകൾ അത് വേറെ ഒരാൾ അറിയാൻ പാടില്ല എന്നതിനാണ് അദ്ദേഹം മുൻതൂക്കം തുടങ്ങുന്നത് അല്ലേ. കേട്ട കാര്യം ഞാൻ മറ്റൊരാളുടെ പറയില്ല എന്ന് കർണൻ പറയുന്നു. ആയതിനാൽ കർണന്റെ ഈ നിലപാട് പരദൂഷണം പറയുന്നവർക്കും കാര്യം കേട്ട പാതി മറ്റൊരാളുടെ പറയുന്നതുമായ ആൾക്കാർക്കുള്ള
പരിഹാസം കൂടിയാണ്. ടീച്ചർ പറഞ്ഞ ഈ ഒരു ഹിൻ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, എഴുതുക.